പരിപാടിയിൽ കേൾക്കാനെത്തുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഞാൻ എൻ്റെ നമസ്കാരം അറിയിക്കുകയാണ്. എല്ലാവർക്കും പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് നമ്മുടെ ഈ പരിപാടി മണ്ഡലമാസത്തിൻ്റെ ആരംഭം കുറിക്കുന്ന ഒരു രണ്ടാമത്തെ ദിവസമാണ്. മണ്ഡലമാസം ആരംഭിച്ച് രണ്ടാമത്തെ ദിവസമാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ എല്ലാ വർഷവും ശബരിമലയുടെ മണ്ഡലമാസം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല, ഏകദേശം ഭാരതത്തിൽ മിക്കവാറും സംസ്ഥാനങ്ങളിലും ഭാരതത്തിന് പുറത്തും ശബരിമലയുടെ ഒരു അന്തരീക്ഷം, ശരണംവിളിയുടെ, അയ്യപ്പൻ്റെ ഒക്കെ ഒരു അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിശുദ്ധമായ പവിത്രമായ ഒരു കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ മണ്ഡല കാലഘട്ടം എന്ന് പറഞ്ഞാൽ. നിർഭാഗ്യവശാൽ ഈ വർഷം അത്തരത്തിൽ ഉള്ള ഒരു അന്തരീക്ഷം നമുക്ക് അനുഭവേദ്യമാകാത്ത തരത്തിൽ കൊറോണ പോലുള്ള ഒരു മഹാമാരി മുഴുവൻ ലോകത്തെയും ഗ്രസിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മളും അതിൽ നിന്ന് മുക്തരാകാത്തതുകൊണ്ട് ഈ വർഷത്തെ മണ്ഡലകാലം എന്ന് പറയുന്നത് സാധാരണ വർഷങ്ങളിൽ നടക്കുന്ന പോലുള്ള അയ്യപ്പന്മാരുടെ തീർത്ഥാടനമോ ശരണം വിളികളോ അയ്യപ്പൻ പാട്ടുകളോ അയ്യപ്പൻ വിളക്കുകളോ ഒന്നും കാണാത്ത ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഹിന്ദു സംഘടനകൾ ആഹ്വാനം ചെയ്തു, ഓരോ ഭവനവും അയ്യപ്പ സന്നിധാനം എന്ന സങ്കല്പത്തിൽ മുന്നോട്ട് പോകണം, ഈ ഒരു മണ്ഡലകാലം അങ്ങനെ ഇരിക്കട്ടെ എന്നാണ് ഹിന്ദു സംഘടനകളുടെ ആഹ്വാനം. അപ്പോൾ ഇവിടെ ശബ്ദവും എൻ്റെ അംഗവിക്ഷേപവും തമ്മിൽ സിങ്ക്രണൈസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. എനിക്കതിൻ്റെ സാങ്കേതിക വശങ്ങൾ അറിയില്ല, അതെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഏതായാലും അതിനുശേഷം ശരിയാകുമെന്ന് വിചാരിക്കാം. അപ്പം ഏതായാലും നമ്മുടെ മണ്ഡലമാസക്കാലം ഈ വർഷം ഒരു പ്രത്യേക രീതിയിലാണ് കടന്നു പോകുന്നത്. പക്ഷേ സർക്കാരും ദേവസ്വം ബോർഡും അവരെ സംബന്ധിച്ചിടത്തോളം മണ്ഡലമാസക്കാലത്ത് ശബരിമല വഴി ദേവസ്വം ബോർഡിനും ശബരിമല വഴി സർക്കാരിനും കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള വരുമാനമുണ്ട്. ആ വരുമാനത്തിൽ വലിയ തോതിൽ കുറവ് വരും എന്നുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും ശബരിമല തീർത്ഥാടകന്മാർ ശബരിമലയിൽ എത്തണം എന്ന രീതിയിലാണ് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും പല നടപടികളും. എന്നാൽ അങ്ങനെ എത്തുന്ന അയ്യപ്പന്മാർക്ക് അവരുടെ ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് എല്ലാവിധ തടസ്സങ്ങളും ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൂട്ടം കൂടി ശബരിമലയിലേക്ക് വരാൻ സാധ്യമല്ല. നമുക്കറിയാം, ശബരിമല തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ അതൊരു സാംഘിക് തീർത്ഥാടനമാണ്. എന്ന് വെച്ചാൽ കൂട്ടം ചേർന്ന് കൂട്ട ശരണം വിളികളോടെ സംഘം ചേർന്ന് തീർത്ഥാടനം നടത്തുന്ന ഒരു ഇടമാണ് ശബരിമല തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു ഗുരുസ്വാമി ഉണ്ടാവും, ഗുരുസ്വാമിയുടെ കൂടെ കന്നി അയ്യപ്പന്മാരടക്കമുള്ള മാളികപ്പുറങ്ങളടക്കമുള്ള വലിയ തോതിലുള്ള ഒരു സംഘമായിട്ടാണ് ശബരിമല തീർത്ഥാടനം. അതിപ്പോൾ സാധ്യമല്ല. മാത്രമല്ല, കാനനപാത വഴിയുള്ള പരമ്പരാഗത കാനനപാത ഉപയോഗിച്ചുകൊണ്ടുള്ള തീർത്ഥാടനം അതും സാധ്യമല്ല. ഇനി പമ്പയിലെത്തിയാൽ പമ്പ തീർത്ഥത്തിൽ കുളിച്ച് സാധാരണഗതിയിൽ ബലികർമ്മങ്ങൾ നിർവഹിച്ച് അതിൻ്റെ ആചാരപരമായ തീർത്ഥാടനം നടത്താൻ അതിനും അനുവാദമില്ല. ഈ സന്നിധാനത്ത് വന്ന് ഒരു ദിവസം തങ്ങാമെന്ന് വിചാരിച്ചാൽ അതും സാധ്യമല്ല. നെയ്യഭിഷേകം ചെയ്യാൻ സാധ്യമാണോ? അതും സാധ്യമല്ല. ആകെ ചെയ്യാൻ സാധിക്കുന്നത് ശബരിമലയിൽ വന്ന് കാണിക്ക സമർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ കാണിക്ക സമർപ്പിക്കുക, അയ്യപ്പന്മാരുടെ പണം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡിൻ്റെയും ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുള്ള സർക്കാരിൻ്റെയും ഒക്കെ ആത്യന്തിക ലക്ഷ്യം അയ്യപ്പന്മാരുടെ തീർത്ഥാടകരുടെ പണം മാത്രമാണ്.
അപ്പുറത്തേക്ക് തീർത്ഥാടകരുടെ ആത്മശാന്തിക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആത്മീയ സൗഖ്യത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പാലിക്കുന്നതിന് അനുഗുണമായ ഒരു നിലപാടുമല്ല ദേവസ്വം ബോർഡും സർക്കാരും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ഈ പരിപാടി നടത്തുന്നത്. എൻ്റെ വിഷയം തീർച്ചയായും നിങ്ങൾ നിശ്ചയിച്ചതുപോലെ ശബരിമലയിലെ കയ്യേറ്റ ശ്രമങ്ങൾ എന്നാണ് വിഷയം. തീർച്ചയായും അപ്പോൾ അത് വളരെ പ്രസക്തമാണ്. ശബരിമല തീർത്ഥാടനത്തിൻ്റെ കാലത്ത് അത് അങ്ങേയറ്റം പ്രസക്തമാണ്. പ്രത്യേകിച്ച് സർക്കാരും ഈ ദേവസ്വം ബോർഡും ഒക്കെ ഈ നിലപാടുകൾ എടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയ്ക്ക് വിപരീതമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന നിലപാടുകളാണ് സർക്കാരിൻ്റേതായാലും ദേവസ്വം ബോർഡിൻ്റേതായാലും എന്നുള്ളത് കൊണ്ട് ഈ വിഷയം വളരെ പ്രസക്തമാണ് ഇപ്പോഴത്തെ സന്ദർഭത്തിൽ. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 2 വർഷം മുൻപ് 2018-ലും 2019-ലുമൊക്കെ കേരളത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായ കോലാഹലങ്ങൾ എന്തൊക്കെയാണ് എന്ന്. അപ്പോഴൊക്കെ ശബരിമലയ്ക്ക് എതിരായിട്ടുള്ള നിലപാടാണ് ഈ സർക്കാരും ദേവസ്വം ബോർഡും എടുത്തത്. ശബരിമലയെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് അടിവരയിട്ട് ഉറപ്പിക്കുന്ന നിലപാടുകളാണ് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഭാഗത്തുനിന്നുണ്ടായത്. ശബരിമലയെ സംബന്ധിച്ചുള്ള നിലനിൽക്കുന്ന വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ ഒരു കോടതി വിധിയുടെ പേരിൽ തകർത്ത് തരിപ്പണമാക്കാനുള്ള ബോധപൂർവമായ ആസൂത്രിതമായ പരിശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ ആ വിഷയം വിശദമായി ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിന് ശേഷവും ആ വിഷയങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രഭാഷണങ്ങൾ ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് ഏറെ ഞാൻ ആ വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷേ കേരളം മുഴുവൻ ഭക്തജനങ്ങളെ, കേരളത്തിലെ മാത്രമല്ല മുഴുവൻ ഭാരതത്തിലെയും ഭക്തജനങ്ങളെ അങ്ങേയറ്റം ധർമ്മസങ്കടത്തിലും അങ്ങേയറ്റം വേദനയിലും തള്ളിവിട്ട സർക്കാരിൻ്റെ നിലപാടുകളായിരുന്നു ശബരിമലയെ സംബന്ധിച്ചുണ്ടായിരുന്നത്. ശബരിമല മറ്റൊരു ക്ഷേത്രം പോലെയല്ല. നമുക്കറിയാം, നിരവധി ക്ഷേത്രങ്ങളുണ്ട്. നിരവധി ക്ഷേത്രങ്ങൾക്ക് അതാത് ക്ഷേത്രങ്ങൾക്ക് യോജിച്ച രീതിയിലുള്ള പ്രത്യേകതയുണ്ട്. ഒരു ക്ഷേത്രവും ചെറുതാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ ശബരിമലയ്ക്ക് മാത്രം ഉള്ള ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചില പവിത്രമായ സങ്കല്പങ്ങളുമുണ്ട്. ആ സങ്കല്പങ്ങളെയൊക്കെ തകർത്ത് തരിപ്പണമാക്കുന്ന നിലപാടുകൾ സർക്കാർ എടുത്തു. പല ഘട്ടങ്ങളിലായി എടുത്തു. ഒരു കോടതി വിധി മറപിടിച്ചുകൊണ്ടാണ് അതൊക്കെ ചെയ്തത്. സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് മറപിടിച്ചുകൊണ്ടാണ്. സുപ്രീം കോടതിയുടെ ഉത്തരവ് ശബരിമലയ്ക്ക് മാത്രം ഇത്ര കർശനമായി നടപ്പാക്കാൻ സർക്കാരിന് എന്തിനായിരുന്നു ധൃതി, എന്തായിരുന്നു ഇത്ര ആവേശം എന്നുള്ള ചോദ്യം ഇപ്പോഴും പ്രസക്തമല്ലേ? നമ്മൾ കണ്ടു ഈ കഴിഞ്ഞ ദിവസം, ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഹൈക്കോടതിയുടെ കർശനമായിട്ടുള്ള താക്കീത് സംസ്ഥാന സർക്കാരിന് നേരെ ഉണ്ടായി. എന്തായിരുന്നു അത്? യാക്കോബായ സഭയുടെ ഒരു പള്ളി, കോതമംഗലത്തെ പള്ളി ഏറ്റെടുത്ത് ഓർത്തഡോക്സ് സഭയ്ക്ക് കൊടുക്കാത്തത് എന്തുകൊണ്ട്? നിരന്തരമായ ഹൈക്കോടതിയുടെ നിർദ്ദേശം, സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിട്ടും അത് നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇപ്പോഴും സമയം ചോദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും അത് നീട്ടിക്കൊണ്ടിരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് യാക്കോബായ സഭയുടെ കയ്യിലിരിക്കുകയോ ഓർത്തഡോക്സ് സഭയുടെ കയ്യിലിരിക്കുകയോ ഒന്നും ഉള്ളൂ എന്നല്ല പ്രശ്നം. സുപ്രീം കോടതിയുടെ ഉത്തരവാണതും. എന്നാൽ അത് നടപ്പാക്കുന്ന കാര്യത്തിൽ ഈ സർക്കാരിന് ശബരിമലയുടെ കാര്യത്തിലുണ്ടായ ഒരു ആവേശവും ഇല്ലെന്ന് മാത്രമല്ല, ഒരു സംഘർഷം ഒഴിവാക്കാൻ ഞങ്ങൾ എന്തെല്ലാം ചെയ്യണമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ആവർത്തിച്ച് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ സമയം ചോദിക്കുന്നു, ആവർത്തിച്ച് ഉറപ്പ് നൽകുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള സമയം ചോദിച്ചുകൊണ്ടേയിരിക്കുക. തെറ്റൊന്നും ഞാൻ അതിനകത്ത് കാണുന്നില്ല. അങ്ങനെയാണ് വേണ്ടത്. ഒരു സർക്കാർ സംഘർഷം ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണോ ജനങ്ങളെ സമന്വയിപ്പിച്ച് കൊണ്ടുപോയിട്ട് പ്രശ്നം തീർക്കേണ്ടത്, അത് തെറ്റൊന്നുമല്ല. എന്തേ ആ നിലപാട് ശബരിമലയുടെ കാര്യത്തിൽ ഉണ്ടായില്ല? ഇവിടുത്തെ ഹിന്ദു സംഘടനകളുമായി ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. സമരത്തിൽ ഏർപ്പെട്ട സംഘടനകളുമായുള്ള ഒരു ചർച്ചയ്ക്കും സംസ്ഥാന സർക്കാർ തയ്യാറായില്ല.
അങ്ങനെ സമരത്തിലേർപ്പെട്ട സംഘടനകളുമായ ഒരു ചർച്ചയ്ക്കും തയ്യാറായില്ലെന്ന് മാത്രമല്ല, സമരം ചെയ്ത സംഘടനകളെയും സംഘടനാ നേതാക്കന്മാരെയും സ്ത്രീകളടക്കമുള്ള ആളുകളെയും ഒക്കെ ജയിലിലടക്കാനാണ് തയ്യാറായത്. അവർക്ക് നൂറുകണക്കിന് അവർക്കെതിരെ കേസുകൾ എടുത്തു. അപ്പോൾ ഇപ്പോ ഇതൊക്കെ നടന്നിട്ട് 2 വർഷമാവുകയാണ്. ആ സർക്കാർ തന്നെയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു തെരഞ്ഞെടുപ്പിന്റെ മുൻപിലുമാണ്. നമുക്കറിയാം ശബരിമലയുടെ വിഷയത്തിൽ ഇവിടുത്തെ ഹൈന്ദവ സമൂഹം, വിശ്വാസി സമൂഹം എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ സഹിച്ചു എന്നുള്ളത്. അവരെത്രമാത്രം അടിച്ചമർത്തപ്പെട്ടു, അവരെത്രമാത്രം വേദന സഹിച്ചു, എത്രമാത്രം കഷ്ടതകൾ അനുഭവിച്ചു എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ സർക്കാരിന്റെ അത്തരം നിലപാടുകൾക്കെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായിട്ടും കൂടി വരണ്ടേ? ഞാനിത് ആനുഷംഗികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോഴും നമ്മൾ ശബരിമലയിൽ ഈ സർക്കാർ എടുത്ത നിലപാടുകൾ, ശബരിമലയെ തകർക്കാൻ, അത് അവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തകർക്കാൻ, വിശ്വാസത്തെ തകർക്കാൻ ഒക്കെ പരിശ്രമിച്ചതിന് എതിരായിട്ടുള്ള ജനവിധിയായിട്ട് കൂടി നമുക്ക് ഈ തെരഞ്ഞെടുപ്പ്, ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ ഉൾപ്പെടെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അത്തരത്തിൽ ഹൈന്ദവ സമൂഹം, വിശ്വാസി സമൂഹം, ഭക്തജന സമൂഹം അത്തരത്തിലൊരു നിലപാടുകൂടി എടുക്കേണ്ട സമയമാണെന്ന് ആനുഷംഗികമായി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ, വിഷയം നമ്മുടേതല്ല. ഞാനത് അതിൻ്റെ ഒരു അവസരത്തിൽ പറഞ്ഞു എന്ന് മാത്രം. പ്രശ്നം ശബരിമലയെ തകർക്കാനും ശബരിമലയുടെ വിശ്വാസത്തെയും ശബരിമലയുടെ നീതികളെയും തകർത്ത് തരിപ്പണമാക്കാനുള്ള പരിശ്രമം ഇന്നും ഇന്നലെയുമായി തുടങ്ങിയതല്ല. ശബരിമലയുടെ കാര്യത്തിൽ ഈ സർക്കാർ കഴിഞ്ഞ 2 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിലൂടെ ശബരിമലയുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ തകർത്ത് ഇല്ലാതാക്കാൻ പരിശ്രമിച്ചത് ശബരിമലയുടെ പവിത്രതയാണ്, ശബരിമലയുടെ പ്രാധാന്യമാണ്. അങ്ങനെ ഒരു ശബരിമല തകർക്കേണ്ട ആവശ്യകത എന്താണ് യഥാർത്ഥത്തിൽ സർക്കാരിനും ഇവിടത്തെ ചില സംഘടിത മതവിഭാഗങ്ങൾക്കും? എന്തിനാണ് ശബരിമല ഇവരെ ഇത്രമാത്രം വേദനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയായിട്ട്, തലവേദനയായിട്ട് ഇവർക്ക് മാറാൻ കാരണം എന്താ? അവിടെയാണ് ശബരിമലയുടെ ഒരു പ്രത്യേകത എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ പറയുന്ന പലരുടെയും ഒരു തലവേദനയാണ് ശബരിമല. ആ തലവേദനയുള്ളവരൊക്കെ ശബരിമലയെ പല ഘട്ടത്തിലായി തകർക്കാനും തരിപ്പണമാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ശബരിമലയ്ക്കെതിരായിട്ടുള്ള ഈ ഒരു ഗൂഢമായ നീക്കങ്ങൾ, ആ നീക്കങ്ങൾക്ക് ഒരു 3/4 നൂറ്റാണ്ടിൻ്റെയെങ്കിലും പഴക്കമുണ്ട്. നമുക്കറിയാം 1950 ജൂൺ മാസത്തിലാണ് ശബരിമല തീവെച്ച് നശിപ്പിച്ചത്, വിഗ്രഹങ്ങൾ തുണ്ടമായി വെട്ടിക്കീറിയത്. എന്തായിരുന്നു അതിൻ്റെ പിന്നിലെ പ്രേരണ? എന്തിനു വേണ്ടിയാണ് ശബരിമല ക്ഷേത്രം തീവച്ചത്? ആരാണ് തീവച്ചത്? ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ സർക്കാർ നിയോഗിച്ച കമ്മീഷൻ, കേശവമേനോൻ കമ്മീഷൻ, ആ കേശവമേനോൻ 1950 ശബരിമല തീവെപ്പ് കേസ് അന്വേഷിച്ച് അതിലെ കുറ്റക്കാരാരാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അതനുസരിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ ഈ കേരളം ഭരിച്ച ഏതെങ്കിലും സർക്കാരുകൾ നാളിതുവരെയായി എടുത്തതായിട്ട് നമുക്കറിയാമോ? ഇല്ല. നമുക്കറിയാം 1950 ശബരിമല തീവച്ച് നശിപ്പിച്ച സമയത്ത് അതിൻ്റെ അന്വേഷിച്ച് കണ്ടെത്തിയ ആ റിപ്പോർട്ട് അത് പബ്ലിഷ് ചെയ്യാൻ തയ്യാറായില്ല കേരളത്തിലെ ഭരണകൂടം. ഒന്നാം മന്ത്രിസഭ, കേരളത്തിന്റെ മന്ത്രിസഭ അധികാരത്തിൽ വന്നിട്ടില്ല അന്ന്. പട്ടം താണുപിള്ളിയുടെയും സി നാരായണപിള്ളിയുടെയും ഒക്കെ ഗവൺമെന്റുകൾ, ആ ഗവൺമെന്റുകൾ അധികാരത്തിലിരുന്നു, പറവൂർ നാരായണപിള്ളിയുടെ ഒക്കെ ഗവൺമെന്റുകൾ അധികാരത്തിൽ ഇരുന്നപ്പോൾ ക്രൈസ്തവ ശക്തികളാണ് ശബരിമല ക്ഷേത്രം തകർത്തത് എന്ന് അന്വേഷണ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പേരടക്കം പറഞ്ഞിട്ടുണ്ട്. പാലായിൽ നിന്നുള്ള ഒരു സംഘം ക്രൈസ്തവ മുതലാളിമാർ ക്രൈസ്തവ ഗുണ്ടകളുമായി പോയാണ് ശബരിമല ക്ഷേത്രം തീവച്ച് നശിപ്പിച്ചത്, അവിടുത്തെ വിഗ്രഹം അടിച്ചുടച്ചത് എന്ന് വളരെ വ്യക്തമായി അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടും
അന്നത്തെ നേതൃത്വം, അന്നത്തെ ഭരണകൂടം, കോൺഗ്രസ് അടക്കമുള്ള ഭരണകക്ഷികൾ ക്രൈസ്തവ സ്വാധീനത്തിന്റെ ഫലമായി അതിനെതിരെ കമാന്ന് ഒരക്ഷരം മിണ്ടാൻ തയ്യാറായില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും കോൺഗ്രസ് വിടുന്നത്. ഡെമോക്രാറ്റിക് കോൺഗ്രസ് എന്ന ഒരു പാർട്ടി ഉണ്ടാക്കുന്നത്, അതിനു മുൻപ് ഹിന്ദു മഹാമണ്ഡലം രൂപീകരിക്കുന്നത്, എല്ലാം ശബരിമല തീവെപ്പുമായി ബന്ധപ്പെട്ടുകൂടിയാണ്. ശബരിമല തീവെപ്പിൽ കോൺഗ്രസ് എടുത്ത നിലപാട് തികഞ്ഞ വർഗീയ പ്രീണന നിലപാടാണ് എന്നും നീതി നിഷേധിക്കപ്പെട്ടു, ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിന്, ഹിന്ദു സമൂഹത്തിന് കുറ്റക്കാരെ കണ്ടെത്തിയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും കോൺഗ്രസിനോട് സലാം പറയുന്നത്. അല്ലെങ്കിൽ ശക്തമായ രീതിയിൽ കോൺഗ്രസിനെതിരായിട്ടുള്ള നിലപാടുമായി അവർ രംഗത്ത് വന്നത്. കോൺഗ്രസിന്റെ ഈ വർഗീയ നിലപാടുകൾക്കെതിരായി മന്നവും ശങ്കറും ശക്തമായ നിലപാടെടുത്തു പ്രവർത്തിച്ചു. ആലപ്പുഴയിൽ കൂടിയ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ മന്നത്ത് പത്മനാഭനെ വർഗീയവാദി എന്ന മുദ്രകുത്തി പുറത്താക്കി കോൺഗ്രസ്. ഇന്ന് പ്രമേയം പാസാക്കി മന്നത്ത് പത്മനാഭൻ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആർ ശങ്കറെയും മന്നത്ത് പത്മനാഭനെയും പുറത്താക്കി. പിന്നീട് അവർ തിരിച്ച് കോൺഗ്രസിലേക്ക് വരുന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിടുന്നു എന്ന് കണ്ടപ്പോഴാണ്. ഇവർ കോൺഗ്രസിൽ നിന്ന് പുറത്താവുകയും ഹിന്ദു സമൂഹത്തിനുള്ളിൽ വലിയ കോളിളക്കമായിട്ട് ഹിന്ദു മഹാമണ്ഡലം പോലുള്ള സംഘടനകൾ വരികയും അത് കോൺഗ്രസിന്റെ അടിത്തറ ഇളക്കുമെന്ന് കണ്ട സമയത്താണ് വീണ്ടും ഇവരെയൊക്കെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇടപെട്ട് കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരുന്നു. ഒരു വലിയ മൂവ്മെന്റ് ആയിട്ട് വന്നതിനെ കോൺഗ്രസ് ഇല്ലാതാക്കുകയായിരുന്നു. ഇവരെ രണ്ടുപേരെയും പിന്നീട് രാഷ്ട്രീയ രംഗത്തേക്ക് തന്നെ മടക്കിക്കൊണ്ടുപോവുകയും ആ ഹിന്ദു മൂവ്മെന്റ് ഇല്ലാതാവുകയും ചെയ്തു. ഹിന്ദുക്കൾ നിരാശരായി. ഹിന്ദുക്കളുടെ ഈ നിരാശയെ മുതലെടുത്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ 55, 56, 57 കാലഘട്ടത്തിൽ പ്രവർത്തിച്ചത്. കോൺഗ്രസിനകത്തെ ക്രൈസ്തവ സ്വാധീനവും കോൺഗ്രസിനകത്തെ ഈ വർഗീയ പ്രീണനത്തിലും മനസ്സുപെടുത്ത ഹിന്ദുക്കൾ, ആ ഹിന്ദുക്കളുടെ നിരാശയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൂഷണം ചെയ്തു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിന്ദുക്കളോട് പറഞ്ഞത് ശബരിമല തീവെപ്പ് കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു. ശബരിമല തീവെപ്പ് കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് മേശപ്പുറത്ത് വയ്ക്കും, അതിന്റെ പേരിൽ നടപടിയെടുക്കും എന്നായിരുന്നു. 1957 ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നത് ഇങ്ങനെ ഹിന്ദുക്കളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ്. ഹിന്ദുക്കളെ ഈ നിലയ്ക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് കോൺഗ്രസിനോടുള്ള വിരോധം ഹിന്ദു സമൂഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള ഒരു അനുകൂല ഭാവത്തിലേക്ക് വരികയും അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായ ഒരു നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ റിപ്പോർട്ടിന്മേൽ എന്തെങ്കിലും നടപടിയെടുക്കാൻ തയ്യാറായോ? അധികാരത്തിൽ വന്നതിന് ശേഷം അവരും അധികാരത്തിൽ വന്നതിന് ശേഷം ഹിന്ദുക്കളോട് വഞ്ചന കാട്ടി, ഹിന്ദുക്കളെ വഞ്ചിച്ചു, അവരെ പറഞ്ഞു പറ്റിച്ചു. അങ്ങനെ ഹിന്ദു സമൂഹത്തിൽ ഉണ്ടായ ആ നിരാശയെ മുതലെടുത്തുകൊണ്ട് അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശബരിമല തീവെപ്പ് കേസിന്റെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും, അറസ്റ്റ് ചെയ്യും, ജയിലിലടയ്ക്കും, അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും കേരള സമൂഹത്തിൽ ഉണ്ടായില്ല. അപ്പൊ ശബരിമലയെ തകർക്കുക എന്ന ലക്ഷ്യം ഏകദേശം ഒരു 3/4 നൂറ്റാണ്ട് 70 വർഷങ്ങൾക്ക് മുൻപ് മുതൽ തുടങ്ങിയതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ശബരിമലയെ ഇല്ലാതാക്കുക. എന്താണ് ശബരിമലയെ ഇല്ലാതാക്കുക? ഇനി അത് അവിടെ കൊണ്ട് തീർന്നോ? എന്തിനായിരുന്നു ശബരിമല തീവച്ച് നശിപ്പിച്ചത് എന്ന് നമുക്കറിയാം. അന്വേഷണ റിപ്പോർട്ടിൽ കേശവമേനോനും അതൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശബരിമല ഇവിടുത്തെ സംഘടിത മതശക്തികളുടെ കണ്ണിലെ ഒരു കരടാണ്. എന്താ കണ്ണിലെ കരടാവാൻ കാരണം? മറ്റു ക്ഷേത്രങ്ങൾക്ക് ഇല്ലാത്ത രീതിയിലുള്ള ഒരു സാംഘിക ബോധത്തോടുകൂടി, ഒരു കൂട്ടായ്മയോടുകൂടി, ഒത്തൊരുമയോടുകൂടി, ഒരു നിഷ്ഠയോടുകൂടി
തികഞ്ഞ വ്രതനിഷ്ഠയോടുകൂടി വിശ്വാസത്തോടുകൂടി 41 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു തീർത്ഥാടന കാലം എന്ന് പറയുന്ന ആ കാലം ഹിന്ദു സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഉണർവ്, ആ ഉണർവ് ക്രൈസ്തവ സഭ അടക്കമുള്ള ഇവിടുത്തെ സംഘടിത മതശക്തികൾക്ക് സഹിക്കാവുന്നതിനപ്പുറമാണ്. പല മതപരമായ അജണ്ടകളും നടക്കാത്ത സ്ഥിതിവിശേഷം ഈ ശബരിമല കൊണ്ട് മാത്രം കേരളത്തിൽ ഉണ്ടായി എന്നുള്ള വിലയിരുത്തൽ ക്രൈസ്തവ സഭകൾക്കുണ്ട്. മതപരിവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നത് പ്രധാനമായും ശബരിമലയാണ് എന്ന വിശ്വാസം ക്രൈസ്തവ സംഘടനകൾക്കുണ്ട്. സാധാരണ ഹിന്ദുക്കൾ വർഗവർണ്ണ വ്യത്യാസങ്ങളില്ലാതെ, ജാതി ഭേദങ്ങളില്ലാതെ എല്ലാവരും അയ്യപ്പൻ എന്ന വിശ്വാസത്തിൽ പരസ്പരം സഹോദരങ്ങളെയായി ഒരു ആത്മീയ ഭാവത്തോടുകൂടി ദർശനം നടത്തുന്ന ഇടം മറ്റൊരു ക്ഷേത്രത്തെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. അയ്യപ്പനാണ് എല്ലാവരും. അങ്ങനെ ഒരു ഏകോദര ഭാവത്തോടെ, ഏകോദര സാഹോദര്യ ഭാവത്തോടെ എല്ലാവരും വർഗവർണ്ണം ജാതിയുടെയും ഒന്നും ഒരു വലിപ്പ ചെറുപ്പം കാണിക്കാതെ ദർശനം നടത്തുന്ന ആ ശബരിമല ഇവിടുത്തെ മതപരിവർത്തന ശക്തികൾക്ക് എക്കാലവും ഒരു തലവേദന തന്നെയാണ്. അപ്പൊ ആ ശബരിമല തകർക്കുക, ശബരിമലയെ ഇല്ലാതാക്കുക, ആ ഗൂഢോദ്ദേശത്തോടു കൂടിയിട്ടാണ് 950 ശബരിമല തീവച്ചത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് അവിടെ കൊണ്ട് അവസാനിച്ചില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ശബരിമലയുടെ 18 പൂങ്കാവനങ്ങൾ എന്നറിയപ്പെടുന്ന ആ പൂങ്കാവനങ്ങളിൽ ഒന്നായ നിലയ്ക്കലിൽ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച ഒരു കുരിശാണ്. നിലയ്ക്കൽ പള്ളിയിറക്കാവ് ക്ഷേത്രം തകർത്ത് ഒരു ദിവസം പൊട്ടിവിടരുമ്പോൾ കാണുന്നത് പള്ളിയിറക്കാവ് ക്ഷേത്രം തകർന്നു കിടക്കുന്നതാണ്. നിലയ്ക്കലിലെ പള്ളിയിറക്കാവ് ക്ഷേത്രം തകർക്കപ്പെട്ടു. അവിടെ ഒരു കുരിശ് ഉയർത്തപ്പെട്ടു. ആ കുരിശ് ചരിത്രപരമായി തെളിയിക്കാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ലാത്ത സെന്റ് തോമസ് സ്ഥാപിച്ചതാണ്. സെന്റ് തോമസിന്റെ വരവോ സെന്റ് തോമസ് കേരളത്തിൽ വന്നു എന്നുള്ളതിനും മറ്റും ചരിത്രപരമായ ഒരു സാധുതയും ചരിത്രകാരന്മാരും നൽകിയിട്ടില്ല. അത് ക്രൈസ്തവരുടെ ഒരു വിശ്വാസം മാത്രമാണ്. അതവർ വിശ്വസിച്ചോട്ടെ, അവർക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മളാരും അതിനെ തടസ്സപ്പെടുത്തുന്നില്ല. പക്ഷെ അത് ചരിത്രമാണ് എന്ന് പറഞ്ഞ് ഒരു കെട്ടുകഥ ചരിത്രമാക്കി മാറ്റി അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില സ്ഥാപനങ്ങളും ചില വസ്തുവകകളും കെട്ടിയുണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിനെ അംഗീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. സെന്റ് തോമസ് സ്ഥാപിച്ച കുരിശാണ് എന്ന ഒരു വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് നിലയ്ക്കലിൽ ഒരു കുരിശ് സ്ഥാപിക്കുകയുണ്ടായി. ആ കുരിശ് ആർക്കിയോളജിയുടെ പരിശോധനയിലോ മറ്റ് പുരാവസ്തു ശാസ്ത്രത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോഴൊന്നും അതിന് ഈ പറയുന്ന പഴക്കം ആർക്കും ഗണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ബോധപൂർവം അവിടെ ഒരു കുരിശ് കൊണ്ടുവന്ന് വെച്ചു. എന്തിനാ കുരിശ് കൊണ്ടുവന്ന് വെച്ചത്? നമുക്കറിയാം. ശബരിമലയെ തീർത്ഥാടകന്മാർ പോകുന്ന വഴിക്ക് നിലയ്ക്കലിൽ ഇറങ്ങി അവിടെ ഒരു പള്ളി, ആ പള്ളിയിൽ പ്രാർത്ഥിച്ച് ശബരിമലയ്ക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവണം. ഇതാണ് ക്രൈസ്തവ സഭയുടെ ലക്ഷ്യം. അങ്ങനെ ശബരിമലയ്ക്ക് പോകുന്ന വഴിയിൽ നിർണായകമായ ഒരു സ്ഥലത്ത് ശബരിമല പൂങ്കാവനത്തിനകത്ത് ഒരു ക്രിസ്ത്യൻ പള്ളി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടന്നു. പള്ളികൾ കേരളത്തിൽ കുറവായതുകൊണ്ടല്ല. ആയിരക്കണക്കിന് പള്ളികൾ യഥേഷ്ടം മുക്കിന് ക്രിസ്ത്യാനികൾക്ക്, ക്രൈസ്തവർക്ക് പള്ളിയുണ്ട്. പക്ഷെ നിലയ്ക്കലിൽ പള്ളി എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ആ നിലയ്ക്കൽ പള്ളി കൊണ്ട് ഒരു ലക്ഷ്യമുണ്ട്. മറ്റു പള്ളികൾക്കില്ലാത്തൊരു ലക്ഷ്യം നിലയ്ക്കൽ പള്ളിക്കുണ്ട്. കാരണം ഇവിടെ എരിമേലി എന്ന് പറയുന്ന സ്ഥലത്ത് വാവരുടെ ഒരു പള്ളിയുണ്ട്. ആ വാവരുടെ പള്ളി കൊണ്ട് മുസ്ലിം ജനതയ്ക്കും മുസ്ലിങ്ങൾക്കും ഉണ്ടാവുന്ന നേട്ടം എത്രയാണ് എന്നും ആ വാവരുടെ പള്ളിയിൽ ദർശനം നടത്തുന്ന ഹിന്ദുക്കളുടെ മനസ്സിൽ മുസ്ലിം ആ ഒരു വിശ്വാസത്തോടുള്ള അവരുടെ ആഭിമുഖ്യം എന്താണ് എന്നും മനസ്സിലാക്കിയിട്ടുള്ള ക്രൈസ്തവര് വാവരുടെ പള്ളി പോലെ തന്നെ നിലയ്ക്കലിൽ ഒരു ക്രൈസ്തവ പള്ളി എന്നുള്ള ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചത്. അങ്ങനെ വ്യാജമായ ഒരു കുരിശ് അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ച് നിലയ്ക്കലിൽ ഒരു പള്ളി നിർമ്മിക്കാനുള്ള പരിശ്രമം ഉണ്ടായി. അതിനെതിരെ കേരളത്തിലെ ഹിന്ദു സംഘടനകൾ അന്ന് ഹിന്ദു മുന്നണിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരം നടത്തി.
സംപൂജ്യസ്വാമി സത്യാനന്ദ സരസ്വതികളും കുമ്മനം രാജശേഖരനും ജെ ശിശുപാൽജിയും ഒക്കെ അടങ്ങുന്ന നേതൃനിര നിലയ്ക്കലിൽ ഉണ്ടായ ആ കുരിശ് സ്ഥാപനത്തിനെതിരായി വലിയ തോതിലുള്ള പ്രക്ഷോഭമുണ്ടായി. ഇപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന സമരം പോലെ തന്നെ അങ്ങേയറ്റം നിർദ്ദയമായ നടപടികളായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ സമരത്തിനെതിരായി ഉണ്ടായത്. ക്രൂരമായ പീഡനങ്ങൾ, ലാത്തിച്ചാർജുകൾ, ജയിലറകളിൽ അടക്കൽ, ഇത് കേരളത്തിലെമ്പാടും ഉണ്ടായി. നിരവധി പേർ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു, പോലീസ് ലാത്തിച്ചാർജിനിരയായി, ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഇതെല്ലാം കേരളം കണ്ടു 1982-83 കാലഘട്ടത്തിൽ. കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് നിലയ്ക്കലിൽ വെച്ച കുരിശ് എടുക്കുന്ന പ്രശ്നമില്ല എന്നാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. നിലയ്ക്കൽ ഒരു അടഞ്ഞ അധ്യായമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ കേരളത്തിലെ ഹൈന്ദവ സമൂഹം ശക്തമായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് അത് കാഴ്ചവെച്ചത്. ഗുരുവായൂർ ദർശനത്തിന് 1-ാം തീയതി പോലും എല്ലാ 1-ാം തീയതിയും എത്തുന്ന കരുണാകരനെ ഗുരുവായൂരിലെ TP വിനോദിനിയമ്മ എന്ന രാഷ്ട്രസേവികാ സമിതിയുടെ നേതാവ്, ഹിന്ദു നേതാവിന്റെ നേതൃത്വത്തിൽ കരുണാകരനെ തടയുകയും കരുണാകരന്റെ ചെകിട്ടത്ത് ചെരുപ്പൂരി അടിക്കുകയും ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ത്രീകളുടെ തല്ലേറ്റു വാങ്ങി. ശബരിമല വിഷയത്തിൽ ഒടുവിൽ ഈ സമരം ഒത്തുതീർപ്പാക്കാതെ നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടം വന്ന സമയത്ത് കേരളത്തിന്റെ ചരിത്രത്തിൽ വെച്ച കുരിശ് ക്രൈസ്തവ സഭയ്ക്ക് എടുക്കേണ്ടി വന്നു. നിലയ്ക്കലിൽ നിന്നും കുരിശെടുത്തു മാറ്റി. അവിടെ നിന്നും 6-7 കിലോമീറ്റർ അപ്പുറത്തുള്ള ആങ്ങാമൊഴിയിൽ സർക്കാർ വക ഭൂമി, ഏക്കർ കണക്കിന് ഭൂമി അവർക്ക് പതിച്ചു കൊടുത്തു. പക്ഷേ ശബരിമല പൂങ്കാവനത്തിൽ നിന്ന് ക്രൈസ്തവ പള്ളി ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ അത് ചെയ്യാനും ക്രൈസ്തവ പള്ളി നിർമ്മിക്കാനുള്ള ഗൂഢശ്രമം അതുണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ശബരിമലയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിരന്തരമായി ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾ സംഘടിത മത വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇതോടൊപ്പം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാവരുടെ കഥ, ഒരു കെട്ടുകഥ. മുസ്ലിം യോദ്ധാവായിട്ടുള്ള വാവര് എന്നുള്ള ഒരു കെട്ടുകഥയെ ചരിത്രമാക്കി അവതരിപ്പിച്ചുകൊണ്ട് വാവര് മുസ്ലിം യോദ്ധാവാണ്, അയ്യപ്പന്റെ വലിയ കൂട്ടുകാരനാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ച് വാവരുടെ ഒരു വലിയ പള്ളി എരുമേലിയിൽ പണിതു. എരുമേലി പേട്ടതുള്ളലിന്റെ ഭാഗമായിട്ട് അയ്യപ്പന്മാര് വാവര് പള്ളിയിൽ കയറി തീർത്ഥാടനം നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇതൊക്കെ മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ശരി, ഇത് മതസൗഹാർദ്ദമാണെങ്കിൽ ആണ്, നമുക്കതിനകത്ത് തർക്കമൊന്നും വേണ്ട. എന്നാൽ മതസൗഹാർദ്ദം ഒരു വൺ വേ ട്രാഫിക്കാണോ? പേട്ടതുള്ളുന്ന അയ്യപ്പന്മാർ വാവര് പള്ളിയിൽ പോയി നേർച്ച നേർന്ന് ഇട്ട് എരുമേലി ധർമ്മശാസ്താവിനെ തൊഴുത് പിന്നീട് ശബരിമല തീർത്ഥാടനം നടത്തുന്ന അയ്യപ്പന്മാരുടെ പോലെ ശബരിമല ശാസ്താവിനെ തൊഴുത് വാവര് പള്ളിയിൽ പോയി നേർച്ചയിടുന്ന മുസ്ലിം സഹോദരന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്താ? മതസൗഹാർദ്ദം ഒരു വൺ വേ ട്രാഫിക്കാണ്. അപ്പൊ ഇത് ശബരിമല തീർത്ഥാടകന്മാർക്ക് മാത്രം ബാധകമായ, അയ്യപ്പന്മാർക്ക് മാത്രം ബാധകമാണ്. എരുമേലിയിലെ ഒരൊറ്റ മുസ്ലിം സഹോദരന്മാരും എരുമേലിയിലെ കൊച്ചമ്പലത്തിലോ എരുമേലിയിലെ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലോ വാവരുടെ സുഹൃത്തായിട്ടുള്ള ശ്രീ അയ്യപ്പന്റെ സന്നിധാനത്തോ പോയി ദർശനം നടത്തി കെട്ടുനിറച്ച് ദർശനം നടത്തുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഇതെല്ലാം ഒരു അയ്യപ്പന്റെ തീർത്ഥാടനത്തെ ചൂഷണം ചെയ്തുകൊണ്ട് വളർത്തിയെടുക്കുന്ന ഒരു സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷമാണ്, മതസൗഹാർദ്ദമാണ്. യഥാർത്ഥത്തിൽ ഈ സൗഹാർദ്ദം ഒരു കാപട്യമല്ലേ, ഒരു വൺ വേ ട്രാഫിക് ആയിട്ടുള്ള കാപട്യമല്ലേ? ഇതോടൊപ്പമാണ് നമ്മൾ വെളുത്തച്ഛൻ എന്ന ഒരു കഥാപാത്രത്തെ ചേർത്ത് നിർത്തുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടു. ഹിന്ദുക്കളുടെ വലിയ പ്രവക്താവാണ്, സ്പോക്സ് പേഴ്സണാണ്, TV ചർച്ചകളിലുമൊക്കെ വന്ന് നമുക്ക് ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കുന്നയാളാണ് എന്ന അന്തരീക്ഷമൊക്കെ സൃഷ്ടിക്കുന്ന ആ വ്യക്തി
വെളുത്തച്ഛൻ അയ്യപ്പന്റെ സുഹൃത്തായിരുന്നു. അർത്തുങ്കൽ പള്ളിയുടെ വികാരിയായിരുന്ന വെളുത്തച്ഛൻ ഇറ്റാലിയൻ ജസ്യൂട്ട് പാതിരിയായിരുന്ന 1500കളിൽ 16-ാം നൂറ്റാണ്ടിൽ ഇറ്റാലിയൻ ജസ്യൂട്ട് പാതിരിയായിരുന്ന ജമാക്കെ ഫിനോഷ്യസ് എന്ന് പറയുന്ന വികാരി, ആ വികാരി അയ്യപ്പനുമായി സഖ്യത്തിലായിരുന്നു എന്നും സുഹൃത്തുക്കളായിരുന്നു എന്നും അയ്യപ്പനെ കളരി പഠിപ്പിച്ചത് ചിരപ്പൻചിറ കളരി, ഈ കളരിയിൽ വെച്ച് അയ്യപ്പനെ കളരി പഠിപ്പിച്ചതിലും ഒക്കെ ഈ വെളുത്തച്ഛൻ്റെ പങ്കും ഒക്കെ പറഞ്ഞുകൊണ്ട്, അങ്ങനെ അയ്യപ്പൻ പറഞ്ഞു അത്രേ തന്നെ കാണാൻ വരുന്നവർ വെളുത്തച്ഛനെ കണ്ട് വണങ്ങി വേണം വരാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന തരത്തിൽ അങ്ങനെ ഒരു കഥയും നമ്മുടെ ഈ മാന്യൻ സമൂഹ മാധ്യമങ്ങളിലൂടെയും TV ചർച്ചകളിലൂടെയും ഒക്കെ പ്രചരിപ്പിക്കുകയുണ്ടായി. ഇതിനും ചരിത്രപരമായ യാതൊരു സാധുതയുമില്ല. ഞാൻ നിങ്ങൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായി പഠനം നടത്തിയിട്ടുള്ള നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു പ്രവർത്തകനുണ്ട്, അമൃതരാജ്, അമൃതരാജ്. അമൃതരാജിന്റെ ഒരു പുസ്തകമുണ്ട്, ശ്രീ അയ്യപ്പനും വെളുത്തച്ഛനും എന്ന ഈ പുസ്തകം. ഈ പുസ്തകം നിങ്ങൾ വായിക്കേണ്ടതാണ്. ഈ അർത്തുങ്കൽ പള്ളിയുടെ ചരിത്രം എന്താണ് എന്നും ഈ പറയുന്ന വെളുത്തച്ഛൻ ആരാണ് എന്നും അയ്യപ്പന്റെ കാലഘട്ടവും ഈ വെളുത്തച്ഛന്റെ കാലഘട്ടവും ഒന്നല്ല എന്നും ചരിത്രപരമായി വാസ്കോഡിഗാമയുടെ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി ഈ അർത്തുങ്കൽ പള്ളി അടക്കമുള്ള പള്ളി നിർമ്മിച്ചത് അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം തകർത്താണ് എന്നും അവിടെ ഒരു ഭഗവതി ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് ശ്രീ അമൃതരാജ് എഴുതിയിട്ടുള്ള പുസ്തകമാണ്. നമുക്ക് എല്ലാവർക്കും വായിക്കേണ്ട ഒരു പുസ്തകമാണ്. അപ്പൊ ഒരു കെട്ടുകഥ ചമച്ച് അതിനെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടുവരികയാണ്. എന്തിനു വേണ്ടിയാണ്? മതസൗഹാർദ്ദം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ കപടമായിട്ടാണോ മതസൗഹാർദ്ദം സ്ഥാപിക്കേണ്ടത്? ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഉള്ള ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർ ശബരിമലയ്ക്ക് പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ വിശ്വാസികൾ എന്ന നിലയ്ക്ക് കൂട്ടം ചേർന്ന് ക്രൈസ്തവര് ഹിന്ദുക്കൾ പോകുന്ന പോലെ ശബരിമലയ്ക്ക് പോകുന്നത് നമ്മളാരും കണ്ടിട്ടില്ല. അങ്ങനെ പോകുന്നുണ്ട് എങ്കിൽ, വെളുത്തച്ഛനെയും വാവരെയും തൊഴുത് ശബരിമലയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അത് മതസൗഹാർദ്ദമാണ് എന്ന് പറയാൻ നമുക്ക് കഴിയും. ഇത് എവിടെയാ മതസൗഹാർദ്ദം? ഇത് അയ്യപ്പന്റെ ചെലവിൽ ചിലരെയൊക്കെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരികയാണ്. ഇതിന്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ ഇത്തരം പ്രചരണം നടത്തുന്നവർക്ക് അവരാരുടെയൊക്കെ പേറോളിലുള്ളവരാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അവർക്കൊക്കെ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട് എന്ന് പറയേണ്ടി വരും. അവരാരുടെയൊക്കെ പണം വാങ്ങുന്നവരാണ് എന്ന് പറയാൻ നമുക്ക് മടിക്കേണ്ടതില്ല. അങ്ങനെ ആരുടെയൊക്കെ പണം വാങ്ങി ആരുടെയൊക്കെ ഏജന്റായി പ്രവർത്തിക്കുന്ന ഇത്തരം ആളുകൾ ഒരു തന്ത്രി കുടുംബാംഗം എന്ന നിലയ്ക്ക് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് കേരളത്തിൽ ഹിന്ദു സമൂഹത്തെ ഇങ്ങനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. മതസൗഹാർദ്ദത്തിന്റെ വലിയ മുദ്രകൾ പണിയാൻ ഇത്തരത്തിലുള്ള കെട്ടുകഥകളുടെ ആവശ്യം ഇല്ല. കേരളത്തിലെ ഹിന്ദുക്കൾ മതസൗഹാർദ്ദം വെച്ച് പുലർത്തിയവരാണ്. കേരളത്തിലെ ഹിന്ദുക്കളെ മതസൗഹാർദ്ദം ഇത്തരത്തിലുള്ള കെട്ടുകഥകൾ ഉണ്ടാക്കി പഠിപ്പിക്കേണ്ടതില്ല. ലോകത്ത് ആട്ടി ഓടിക്കപ്പെട്ട ജനതയ്ക്ക് അഭയം കൊടുത്ത ജനതയാണ് കേരളത്തിലെ ഹൈന്ദവ സമൂഹം. കച്ചവടക്കാരായി വന്ന അറബികൾക്ക് ആരാധനാലയങ്ങൾ പണിതു കൊടുത്ത പാരമ്പര്യമുള്ളവരാണ് കേരളത്തിലെ ഹൈന്ദവ സമൂഹം. ആ ഹൈന്ദവ സമൂഹത്തിനെ മതസൗഹാർദ്ദം പഠിപ്പിക്കാൻ വെളുത്തച്ഛനെയും വാവരെയും കൂട്ടുപിടിച്ച് കെട്ടുകഥകൾ ചമക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇങ്ങനെയുള്ള കെട്ടുകഥകൾ സൃഷ്ടിച്ചുകൊണ്ട് ശബരിമലയുടെ പ്രാധാന്യത്തെയും പവിത്രതയെയും തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ഗൂഢശക്തി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ഗൂഢശക്തി എന്ന് പറഞ്ഞാൽ നിവൃത്തിയില്ല, പല പല സംഘടിത ശക്തികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം നമ്മൾ കാണാതിരുന്നുകൂടാ. ഇപ്പൊ നമുക്കറിയാം, ശബരിമലയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്
വിമാനത്താവളത്തിന്റെ ഇല്ലായ്മയാണ്. ശബരിമലയിലെ വിമാനത്താവളം ഉണ്ടെങ്കിൽ നന്നായി. വിമാനത്താവളത്തിന്റെ കുറവാണ് ശബരിമലയ്ക്ക് എന്നാണ് സർക്കാർ പറയുന്നത്. ആർക്കാണ് വിമാനത്താവളം വേണ്ടത്? അയ്യപ്പന്മാരാരെങ്കിലും വിമാനത്താവളത്തിന് വേണം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് കത്തെഴുതിയോ? വിദേശത്ത് നിന്നുള്ള അയ്യപ്പന്മാരോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് വരുന്ന അയ്യപ്പന്മാരാരെങ്കിലും ഈ തരത്തില് ഞങ്ങൾക്കൊരു വിമാനത്താവളം ഉണ്ടെങ്കിൽ ശബരിമലയ്ക്ക് തൊട്ടടുത്ത്, എരുമേലിയിൽ ഒക്കെ തൊട്ടടുത്ത് ഒരു വിമാനത്താവളം ഉണ്ടെങ്കിൽ നന്നായി എന്ന് ഏതെങ്കിലും അയ്യപ്പന്മാർ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നാളെ വരെ സർക്കാരിന് ഒരു നിവേദനം കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ആറന്മുളയിൽ വിമാനത്താവളം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അന്ന് പറഞ്ഞു ശബരിമലയ്ക്ക് വരുന്നവർക്ക് വലിയ പ്രയോജനം ചെയ്യും ആറന്മുളയിൽ വിമാനത്താവളം, ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ് വിമാനത്താവളം. എല്ലാവരും ചേർന്നുകൊണ്ട് ആ ശ്രമം പരാജയപ്പെടുത്തി, സർക്കാരിന്റെ പരിശ്രമം. ആറന്മുള പോലുള്ള വലിയൊരു ക്ഷേത്രത്തിന്റെ പവിത്രതയും ആറന്മുളയുടെ ജൈവിക സമ്പത്തും ആറന്മുളയുടെ പ്രകൃതി സമ്പത്തും ഒക്കെ നശിപ്പിച്ചുകൊണ്ട് അവിടെ കെട്ടിയുയർത്താൻ ശ്രമിച്ച വിമാനത്താവളം അവിടുത്തെ ജനകീയ ശക്തിക്ക് മുമ്പിൽ പിൻവലിക്കേണ്ടി വന്നു സർക്കാരിന്. എന്നാൽ ഈ സർക്കാർ വളഞ്ഞ വഴിയിലൂടെ വീണ്ടും ശബരിമലയോട് ചേർന്ന് വിമാനത്താവളം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ശബരിമലയോടുള്ള താല്പര്യമാണോ? ശബരിമലയോടുള്ള താല്പര്യമാണ് ഇതിന്റെ പിന്നിലെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ശബരിമലയിൽ എത്തുന്നവർക്ക് വിമാനത്തിലും അല്ലെങ്കിൽ വളരെ സുഖസൗകര്യങ്ങളോടുകൂടി ദർശനം നടത്താൻ വരുന്നവരല്ല ശബരിമലയിൽ വരുന്നവര്. അവർ കാൽനടയായി സഞ്ചരിച്ച് കല്ലും മുള്ളും ചവിട്ടി കാനന പാതയിലൂടെ സഞ്ചരിച്ച് ക്ലേശകരമായി യാത്ര ചെയ്ത് മനസ്സിന്റെ ഓരോ കോണിലും അയ്യപ്പ മന്ത്രം ഉരുവിട്ട് രക്തത്തിലും മാംസത്തിലും മജ്ജയിലുമൊക്കെ അയ്യപ്പനെ പ്രതിഷ്ഠിച്ച് അയ്യപ്പ ദർശനം നടത്താൻ വരുന്നവരാണ് ശബരിമലയിൽ വരുന്ന അയ്യപ്പന്മാര്. അവരാരും വിമാനത്തിൽ വന്ന് സുഖസൗകര്യമായിട്ട് വന്ന് ശബരിമല ദർശനം നടത്താൻ താല്പര്യപ്പെടുന്നവരല്ല. അപ്പൊ ഇന്നത്തെ സൗകര്യങ്ങൾ, അവിടെ എത്താൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ തന്നെ മതി, ധാരാളം. അത് വേണ്ട പോലെ സർക്കാർ ചെയ്തു കൊടുത്താൽ മതി. ഒരു വിമാനത്താവളത്തിന്റെ ആവശ്യം അവിടെ ഇല്ല. പക്ഷെ വിമാനത്താവളം ആർക്കാണ് ആവശ്യം? വിമാനത്താവളം ആവശ്യം സർക്കാരിനാണ്. വിമാനത്താവളം ആവശ്യം ദേവസ്വം ബോർഡിനാണ്. ശബരിമലയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനാണ് സർക്കാർ പരിശ്രമിക്കുന്നത്. ശബരിമല ഒരു തീർത്ഥാടന കേന്ദ്രം എന്നതിനേക്കാൾ ഉപരി ശബരിമലയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുക. വെറുതെയല്ല സ്ത്രീകളെയൊക്കെ ശബരിമലയിൽ എങ്ങനെയെങ്കിലും സ്ത്രീകളെ കൊണ്ടുവരണം, സ്ത്രീകളെ കയറ്റി അതൊരു കഷ്ടമാക്കി മാറ്റണം എന്നൊക്കെ പരിശ്രമിക്കാൻ സർക്കാർ തയ്യാറായതിന്റെ പിന്നിൽ ഈ വിമാനത്താവളമൊക്കെ അതിന്റെ ലക്ഷ്യമാണ്. സ്ത്രീകൾ കൂടി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് വരുന്നതിന്റെ 2-3 ഇരട്ടി ആളുകൾ കൂടി ശബരിമലയിൽ എത്തും. ഒരുപക്ഷെ തീർത്ഥാടനത്തിന്റെ സ്വഭാവം മാറും. അതൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ സ്വഭാവത്തോടു കൂടിയിട്ടായിരിക്കും വരിക. പക്ഷെ സർക്കാരിന് വരുമാനം കൂടും, ദേവസ്വം ബോർഡിന് വരുമാനം കൂടും. ഇന്ന് വരുന്ന ആൾക്കാരുടെ എണ്ണത്തിനേക്കാൾ സ്ത്രീകൾ കൂടി വരുമ്പോൾ വലിയ തോതിൽ പിന്നീട് ശബരിമലയിൽ അതിന്റെ കച്ചവട സാധ്യത കൂടും, വ്യവസായങ്ങൾ വരും, വലിയ വലിയ ഹെറിറ്റേജുകളും റിസോർട്ടുകളും വരും. ഇതൊക്കെ സർക്കാരിന് വരുമാനമുണ്ടാക്കും. മറ്റു വരുമാന മാർഗങ്ങളൊക്കെ മുട്ടി ഇപ്പൊ കിഫ്ബി വഴി മസാല ബോണ്ടും ഭരണഘടനാ വിരുദ്ധമായി സംഘടിപ്പിച്ച് എങ്ങനെയെങ്കിലും കഴിച്ചുകൂട്ടി പോകുന്ന സർക്കാരിന് ഇതൊക്കെയാണ് കേരളത്തിലെ വേഗ വരുമാന മാർഗമായിട്ട് ഇനി മുന്നിലുള്ളൂ എന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിൽ ഒരു വിമാനത്താവളം എന്ന പദ്ധതിയുമായിട്ട് ഈ സർക്കാർ രംഗത്ത് വന്നിട്ടുള്ളത്. അതിന് സർക്കാർ സ്വീകരിച്ച മാർഗമോ അനധികൃതമായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഹാരിസൺ മലയാളത്തിന്റെ ഭൂമിയാണ് 2005 ബിലീവേഴ്സ് ചർച്ച് എന്ന് പറയുന്ന തട്ടിപ്പ്
ക്രൈസ്തവ സഭ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണത്തിൽ ആദായ നികുതി വകുപ്പ് അന്വേഷിച്ച് കോടിക്കണക്കിന് രൂപ കള്ളപ്പണം പിടിച്ച ബിലീവേഴ്സ് ചർച്ച് എന്ന സംഘടന 2005 ചാരിറ്റി എന്നതിന്റെ പേരിൽ വിദേശത്തു നിന്ന് FCRA ലൈസൻസിന്റെ മറവിൽ ചാരിറ്റിക്ക് വേണ്ടി കൊണ്ടുവന്ന പണം അതിനുവേണ്ടി ചെലവഴിക്കാതെ വകമാറ്റി ഇത്തരത്തില് സ്വത്ത് സമ്പാദിച്ചു കൂട്ടുന്നതിനും ഭൂമി വാങ്ങിക്കൂട്ടി കെട്ടിടങ്ങൾ പണിതുകൂട്ടി ഒരു വലിയ മതസാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി പരിശ്രമിച്ച ബിലീവേഴ്സ് ചർച്ച് ഹാരിസൺ മലയാളത്തിന്റെ കയ്യിൽ നിന്ന് അനധികൃതമായി 2200 ഏക്കർ ഭൂമി സ്വന്തമാക്കി. ഹാരിസൺ മലയാളത്തിന് ഈ ഭൂമി വിൽക്കാനുള്ള അവകാശമില്ല. ഹാരിസൺ മലയാളത്തിന് ഈ ഭൂമിയിൽ ഒരു അവകാശമില്ല. ഈ ഭൂമി ഏറ്റെടുക്കണം എന്ന് കേരള സർക്കാർ നിയോഗിച്ച രാജമാണിക്യം കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാല് ഹൈക്കോടതിയിൽ ആ കേസ് തോറ്റുകൊടുക്കാനാണ് സംസ്ഥാന സർക്കാർ, പിണറായി വിജയന്റെ സർക്കാർ തയ്യാറായത്. അതുവരെ ഈ ഹാരിസൺ മലയാളത്തിന്റെ കേസ് വാദിച്ച് സർക്കാരിനും ജനങ്ങൾക്കും നാടിനും അനുകൂലമായി വിജയങ്ങൾ നേടിയെടുത്ത സുശീല ഭട്ട് എന്ന വക്കീലിനെ രാത്രിക്ക് രാത്രി മാറ്റി പകരം പിണറായി വിജയൻ ഈ കേസ് തോൽക്കാൻ ആവശ്യമായിട്ടുള്ള വക്കീലിനെ, തോക്കാൻ പറ്റുന്ന ഒരു വക്കീലിനെ കൊണ്ടുവന്ന് വാദിക്കുകയും ഹൈക്കോടതിയിലൊക്കെ ആ കേസ് സുന്ദരമായി തോറ്റുകൊടുക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ഹൈക്കോടതിയിൽ കേരളത്തിന്റെ ലോ സെക്രട്ടറി പറഞ്ഞു, രാജമാണിക്യം കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ പാട്ടക്കാലാവധി കഴിഞ്ഞ ഈ ഭൂമി ഏറ്റെടുക്കാൻ സാധ്യമല്ല. അപ്പോൾ രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ പറ്റില്ല എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി മുഴുവൻ ഏറ്റെടുക്കണം, അത് സംസ്ഥാന സർക്കാരിൻ്റെതാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇങ്ങനെ പാട്ടത്തിന് കൊടുത്ത ഭൂമി മുഴുവൻ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം വിദേശ കമ്പനികൾക്ക് കൈവശം വയ്ക്കാൻ പാടില്ല. ആ ഭൂമി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണം എന്ന് സംസ്ഥാന സർക്കാരിന് ഇങ്ങനെ കിട്ടാനുള്ള ഭൂമി ലക്ഷക്കണക്കിന് ഏക്കറാണ്. ഹാരിസൺ മലയാളത്തിന്റെ കയ്യിൽ മാത്രം 5 ലക്ഷം ഏക്കർ ഭൂമിയാണ്. ആ ഭൂമിയിലാണ് 2200 ചില്ലാൻ ഏക്കർ ഭൂമി ചെറുവള്ളി എസ്റ്റേറ്റിന് കൊടുക്കുന്നത് നിയമവിരുദ്ധമായി. ചെറുവള്ളി എസ്റ്റേറ്റ് മേടിക്കാൻ ബിലീവേഴ്സ് ചർച്ചിനും അവകാശമില്ല. ബിലീവേഴ്സ് ചർച്ച് മേടിച്ചതും അനധികൃതമായിട്ടാണ്. ഈ ചാരിറ്റിയുടെ പണം വകമാറ്റി ചെലവഴിച്ചുകൊണ്ടാണ്. ബിലീവേഴ്സ് ചർച്ചിന് കൊടുത്തതും അനധികൃതമായിട്ടാണ്, കൊടുക്കാൻ അവകാശമില്ലാതെയാണ്. ഇതിനൊക്കെ കൂട്ടുനിന്നു സംസ്ഥാന സർക്കാർ. നികുതി മേടിക്കാൻ പാടില്ലാത്തതാണ് ഭൂനികുതി. നികുതി മേടിക്കാൻ ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ടായി, നികുതി മേടിച്ചോളാൻ തീരുമാനിച്ചു. പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമിയുടെ നികുതി മേടിക്കാൻ ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു, ഈ ചെറുവള്ളി എസ്റ്റേറ്റ് സംസ്ഥാന സർക്കാർ ഒരു ഓർഡിനൻസിലൂടെ, ചെറുവള്ളി എസ്റ്റേറ്റ് മാത്രമല്ല മുഴുവൻ ഹാരിസൺ മലയാളത്തിന്റെ ഭൂമിയും ഈ പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമികളും ഒക്കെ ഏറ്റെടുത്ത് ഇവിടുത്തെ ഭൂരഹിതരായിട്ടുള്ള ലക്ഷക്കണക്കിന് വരുന്ന ആദിവാസികൾ, പട്ടികജാതി വിഭാഗങ്ങളൊക്കെ സമരം ചെയ്യുകയാണ് ഭൂമിക്ക് വേണ്ടി. അങ്ങനെയുള്ളവർക്ക് പതിച്ചു കൊടുക്കേണ്ട ഈ ഭൂമി ഒരു ഓർഡിനൻസിലൂടെ ഏറ്റെടുക്കേണ്ടതിന് പകരം സർക്കാർ ഈ ഭൂമിയുടെ കാശ് പാലാ സബ് കോടതിയിൽ കെട്ടിവെച്ച് ഈ ഭൂമിയുടെ കാശ് കെട്ടിവെക്കുന്നു അഡ്വാൻസ് ആയിട്ട്. എന്നിട്ട് ഈ ഭൂമി ഏറ്റെടുക്കുന്നു. എന്തിനു വേണ്ടിയാ? പാവങ്ങൾക്ക് കൊടുക്കാനാണോ? അല്ല, ഈ ഭൂമി വിമാനത്താവളമാക്കി മാറ്റാൻ വേണ്ടി. ചെറുവള്ളിയിലൊരു വിമാനത്താവളം, തിരുവനന്തപുരത്ത് നിന്ന് കൃത്യം 110 കിലോമീറ്റർ, നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഒരു 120 ഒക്കെ കിലോമീറ്റർ കാണും. 150 കിലോമീറ്ററിനുള്ളിൽ മറ്റൊരു വിമാനത്താവളം പാടില്ല എന്നാണ് എയർ ഇന്ത്യ എയർപോർട്ട് അതോറിറ്റിയുടെയൊക്കെ നിലപാട്. പക്ഷെ സർക്കാർ എല്ലാ നിയമങ്ങളും മാറ്റിമറിച്ചുകൊണ്ട് ചെറുവള്ളിയിലെ വിമാനത്താവളം, അവിടെ പ്രകൃതി ആഘാത പഠനമോ അതുപോലുള്ള ഒന്നും നടന്നിട്ടില്ല. അപ്പൊ അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക്, അവിടെ ഒരു വിമാനത്താവളം കൊണ്ടുവരിക എന്തിനു വേണ്ടിയോ? റിയൽ എസ്റ്റേറ്റ് താല്പര്യമാണ്, ഭൂമി കച്ചവടത്തിന്റെ താല്പര്യം. ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി അതുമായി ബന്ധപ്പെട്ട്, ആയിരക്കണക്കിന് ഏക്കർ അതുമായി ബന്ധപ്പെട്ട് അവിടെ കച്ചവടങ്ങൾ നടക്കും. ഈ ഭൂമി ലീഗലി റെഗുലറൈസ് ചെയ്ത് കൊടുത്തതിന്റെ പേരിൽ ബിലീവേഴ്സ് ചർച്ചിൽ നിന്ന് കോടികൾ കിട്ടും. ഇങ്ങനെ സാമ്പത്തിക താല്പര്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ശബരിമല വിമാനത്താവളം, അല്ലാതെ ശബരിമലയുടെ വികസനം മുന്നിൽ വെച്ചുകൊണ്ടല്ല. ശബരിമലയെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു വരുമാനം. ഭൂമി
തുണി കച്ചവടത്തിനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് മറ്റൊരു വരുമാനം. ഇങ്ങനെ പാർട്ടിയും സർക്കാരും ചേർന്ന് നടത്തുന്ന കൊള്ളയാണ് യഥാർത്ഥത്തിൽ ശബരിമല വിമാനത്താവളം എന്ന് പറഞ്ഞാൽ. ശബരിമലയെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. ശബരിമലയിൽ ഇന്ന് നിലനിൽക്കുന്ന പവിത്രമായ അന്തരീക്ഷം, ധന്യമായ അന്തരീക്ഷം, ആചാരങ്ങളിലുള്ള പവിത്രത, വിശ്വാസം, ഇതൊക്കെ തകർത്ത് അതിനെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള പരിശ്രമമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ ശബരിമലയ്ക്കെതിരായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് നടക്കുന്നതായിട്ട് കാണുന്നു. ഇപ്പൊ നോക്കൂ, ഞാൻ അവസാനമായി 1-2 കാര്യങ്ങൾ കൂടി പറയാം. നോക്കൂ, നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതി കൊടുക്കുന്നുണ്ട്. KSEB വൈദ്യുതി എല്ലാ ആരാധനാലയങ്ങൾക്കും ഒരു നിശ്ചിത ചാർജുണ്ട്. യൂണിറ്റിന് 4 രൂപ എന്ന നിരക്കിലൊക്കെയാണ് അത് ഈടാക്കുന്നത്. ഇപ്പോൾ ആ യൂണിറ്റിന്റെ വ്യത്യാസമൊക്കെ വന്നു കാണും, കാലോചിതമായ മാറ്റം വന്നു കാണും. ഇപ്പോൾ എത്രയാണ് യൂണിറ്റിന് ഈടാക്കുന്നത് എന്ന് എനിക്ക് കൃത്യമല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ വർഷം വരെ ശബരിമലയിൽ നിന്ന് യൂണിറ്റ് ഒന്നിന് 16 രൂപ 50 പൈസയാണ് സർക്കാർ ഈടാക്കുക. 16 രൂപ 50 പൈസയാണ് സർക്കാർ ശബരിമലയിൽ നിന്ന് ഈടാക്കുന്നത് KSEB. എന്തുകൊണ്ടാണ് ശബരിമലയ്ക്ക് മാത്രം ഇത്രയും വലിയ വർധനവ്? അവിടെ മൂഴിയാർ പവർ സ്റ്റേഷൻ, അതിനുവേണ്ടിയുള്ള സ്ഥലമടക്കം, അതേപോലെ പമ്പ പവർ സ്റ്റേഷൻ പ്രൊജക്ട്, ഇതിനൊക്കെ ശബരി പവർ പ്രൊജക്ട്, ഇതിനൊക്കെ സ്ഥലം കൊടുത്തതും അതിനുവേണ്ടിയുള്ള എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തത് ശബരിമലയാണ്. അവിടെ 66 kV സബ്സ്റ്റേഷന്റെ സ്ഥലം കൊടുത്തതും ശബരിമലയാണ്. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും യഥാർത്ഥത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ശബരിമലയ്ക്ക് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കൊടുക്കേണ്ടതാണ്. എന്നാൽ KSEB 16 രൂപ 50 പൈസ വെച്ചാണ് KSEB ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തേ ശബരിമലയെ ഇങ്ങനെ സർക്കാർ കൊള്ളയടിക്കുന്നേ? ഞങ്ങൾ പണം അങ്ങോട്ട് കൊടുക്കുകയാണ് എന്ന് പറയും സർക്കാർ. എങ്ങനെയാ പണം കൊടുക്കുന്നത്? ഇങ്ങനെയാണോ? ഏതെല്ലാം വിധത്തിലാണ് സർക്കാർ ശബരിമലയിൽ നിന്നും കൊള്ള നടത്തുന്നത്? വൈദ്യുതി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഒരു നിശ്ചിത നിരക്കിലുള്ള വൈദ്യുതി ചാർജ് എല്ലാ മാസവും അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. നമുക്കറിയാം, ശബരിമല തീർത്ഥാടനത്തിന്റെ ഈ 41 ദിവസവും പിന്നെ മകരവിളക്കിന്റെ കാലഘട്ടവും ഒഴിച്ചാൽ പിന്നീട് എല്ലാ മാസവും 5 ദിവസമാണ് ശബരിമല തുറക്കുന്നത്. പക്ഷെ എല്ലാ മാസവും നിശ്ചിത, ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നിശ്ചിത വൈദ്യുതി നിരക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഉപയോഗിക്കുന്നതിനല്ല വൈദ്യുതി നിരക്ക് ഈടാക്കുന്നത് ശബരിമലയിൽ നിന്നും സർക്കാർ KSEB നിശ്ചയിച്ചിട്ടുള്ള ഒരു നിരക്കുണ്ട്, അത് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. എന്ത് ശബരിമലയോട് ഇങ്ങനൊരു ചിറ്റമ്മ നയം? എന്ത് ദ്രോഹ ശബരിമല സർക്കാരിനോട് ചെയ്തത്? ശബരിമല തീർത്ഥാടനം സർക്കാരിന് ഒരു മകരക്കൊയ്ത്താണ്. കോടിക്കണക്കിന് രൂപയുടെ വരുമാനം സർക്കാരിന് കിട്ടുന്നത് ശബരിമല സീസൺ കാലത്താണ്. എങ്ങനെയാണ് ശബരിമല സീസൺ കാലത്ത് സർക്കാരിന് വരുമാനം കിട്ടുന്നത്? ഏകദേശം 4 കോടിയോളം ആളുകൾ ശബരിമല സീസൺ കാലത്ത് വന്നു ചേരുന്നു കേരളത്തിൽ എന്നാണ്. ലക്ഷക്കണക്കിന് വാഹനങ്ങൾ വരുന്നു. അപ്പോൾ വാഹനങ്ങൾ വഴി, അതിൻ്റെ ഇന്ധനം അടിക്കുന്നത് വഴി, ഇവിടെ അവർ ചെലവാക്കുന്ന പണം, പാർക്കിംഗ് ഫീസ്, ഇനി പമ്പ നിലയ്ക്കൽ പമ്പ ബസ് സർവീസ്, നിലയ്ക്കലിലേക്കുള്ള ബസ് സർവീസ്, ഇതിൻ്റെയൊക്കെ ചാർജ് സാധാരണ ഈ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പുള്ള ചാർജ് അല്ലല്ലോ മണ്ഡലകാലം തുടങ്ങിയാൽ. മണ്ഡലകാലം തുടങ്ങുമ്പോഴേക്കും ഡീസലിന്റെ ചാർജിന് അല്ലെങ്കിൽ മുതലാവില്ല. മണ്ഡലകാലം വരെ പഴയ ചാർജ് 32 രൂപയാണെങ്കിൽ മണ്ഡലകാലം തുടങ്ങിയാൽ 40 രൂപയ്ക്ക് വർദ്ധിപ്പിക്കുക. എന്താ അതിന്റെ കാരണം? അപ്പൊ അയ്യപ്പന്മാരെ കൊള്ളയടിക്കുക, അയ്യപ്പന്മാരെ പല വിധത്തിലും കൊള്ളയടിച്ച് കോടിക്കണക്കിന് രൂപ. ജി സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്ത് 2006 അദ്ദേഹം പറയുകയുണ്ടായി, 10,000 കോടി രൂപ ആണ് ഒരു മണ്ഡല സീസൺ കാലത്ത് സർക്കാരിന്റെ ഖജനാവിലേക്ക് ഇത്തരത്തിൽ അയ്യപ്പന്മാരുടെ കയ്യിൽ നിന്നും നികുതിയായി വന്നു ചേരുന്നത് എന്ന് വെളിപ്പെടുത്തിയത് ജി സുധാകരനാണ്. ഇങ്ങനെ അയ്യപ്പന്മാരെ പല വിധത്തിൽ കൊള്ളയടിക്കുക. ദേവസ്വം ബോർഡ് കൊള്ളയടിക്കും,
പടിപൂജ ഇനത്തിൽ ദേവസ്വം ബോർഡ് വാങ്ങിയെടുക്കുന്നത് ഇപ്പോൾ ആയിരക്കണക്കിന് രൂപയാണ്. ഈ പടിപൂജ എന്നുള്ള സംവിധാനം എന്നു മുതലായി ശബരിമലയിൽ വന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കോട്ടെ, അത് തന്ത്രിയുടെ അനുവാദത്തോടു കൂടി നടത്തുന്ന ഒരു പൂജയാണ് എന്നുള്ളത് കൊണ്ട് നമുക്കത് വിട്ടുകളയാം. പക്ഷേ കഴിഞ്ഞ 2 വർഷം മുമ്പ് പടിപൂജയുടെ നിരക്ക് 65,000 or 70,000 രൂപയാക്കി മാറ്റി. 14,000 15,000 രൂപ ഉണ്ടായിരുന്ന ഓരോ വഴിപാടിനും 65,000 70,000 രൂപയാണ്. വഴിപാട് നിരക്ക് 2.5 ഇരട്ടി 3.5 ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുക. ഇനി ഇതിനൊക്കെ കണക്കുണ്ടോ എന്ന് ചോദിച്ചാൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റർ നടന്നിട്ട് വർഷം എത്രയായി എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ മാത്രമല്ല, കൊച്ചിൻ ദേവസ്വം ബോർഡും മലബാർ ദേവസ്വം ബോർഡിന് കണക്ക് തന്നെയുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. ഇതൊന്നും സമയാസമയങ്ങളിൽ ഓഡിറ്റ് ചെയ്യാറില്ല. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ പരിശോധിച്ചാൽ ഈ ട്രഷറിയിൽ അടച്ച പണം എത്രയാണ്, ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ടുള്ള അടച്ച പണം എത്രയാണ്, ആ പണം അടച്ച പണവും റെസീപ്റ്റും തമ്മിലൊന്നും ഒരു കമ്പാരിസണും ഇല്ല. അപ്പൊ അടച്ച പണം എത്രയാണ്, എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് പോലും വ്യക്തതയില്ലാത്ത ക്രമക്കേടുകളുടെ ഒരു കൂമ്പാരമാണ് ദേവസ്വം ബോർഡ്. ഈ ക്രമക്കേടുകളൊക്കെ ലോക്കൽ ഓഡിറ്റ് ഫണ്ട് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ക്രമക്കേടുകൾ ഒന്നൊന്നായി ചൂണ്ടിക്കാണിക്കാറുണ്ട് അവർ. അതിനൊന്നും മറുപടി ഉണ്ടാവാറില്ല. അങ്ങനെ ദേവസ്വത്തെ കൊള്ളയടിക്കുകയാണ്. ശബരിമല ഒരു വലിയ കറവപ്പശുവാണ്. ശബരിമലയുടെ ഈ വരുമാനം ഉപയോഗിച്ചുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ മുഴുവൻ നിലനിർത്തുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നത്. എന്തേ മറ്റു ക്ഷേത്രങ്ങളിലൊന്നും വരുമാനമില്ലാത്തത്? മറ്റു ക്ഷേത്രങ്ങളിൽ വരുമാനമില്ലാത്തതല്ല, ഈ ദേവസ്വം ബോർഡിന്റെ കൊള്ളയും കൊള്ളിവെപ്പും. പിൻവാതിൽ നിയമനത്തിലൂടെ ദേവസ്വം ബോർഡിലേക്ക് 100 കണക്കിന് അനധികൃത നിയമനങ്ങൾ നടക്കുക. പാർട്ടി നിയമനങ്ങളാണത് മുഴുവൻ. ഇങ്ങനെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്നവർ പിൽക്കാലത്ത് സ്ഥിരം നിയമനമായിട്ട് മാറുക. ഇപ്പോ ഒരു ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പ്രവർത്തിക്കുന്നുണ്ട്. ആ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡും യഥാർത്ഥത്തിൽ ഒരു നോക്കുകുത്തിയാണ്, അഥവാ അത് പാർട്ടിയുടെ താല്പര്യമനുസരിച്ച് പ്രവർത്തിക്കുന്ന ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ്. ഒരു സുതാര്യതയും ഇല്ലാത്ത ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ്. അങ്ങനെ കള്ളത്തരങ്ങളുടെ ഒരു കൂടാരമാണ് ദേവസ്വം ബോർഡ്. പല നിയമനങ്ങളും അത്തരത്തിൽ വലിയ വിവാദത്തിൽപ്പെടുകയുണ്ടായി. ഞാൻ ദേവസ്വം ബോർഡിന്റെ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, അത് കടന്നാൽ ഇന്ന് നമ്മുടെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ശബരിമലയെ തകർക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഗൂഢശക്തികൾ, അവരെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഹിന്ദു സമൂഹം ഈ ഒരു മണ്ഡലമാസക്കാലത്തിൽ ഭക്തന്മാരാവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഭക്തൻ എന്നുള്ള നിലയ്ക്ക് അയ്യപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തീർത്ഥാടനം നടത്തുകയും അയ്യപ്പനായി ജീവിക്കുകയും ചെയ്യുന്ന ഭക്തന്മാർക്ക് ഒരു ചുമതലയുണ്ട്. ആ ചുമതല എന്താ? ഭഗവാൻ എന്തിനാ പാറാവ് എന്ന് പണ്ട് നയനാര് ചോദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ദേവന്റെ സുരക്ഷ ദേവൻ നോക്കിക്കോളും എന്നാണ്. അങ്ങനെയാണോ? ഇവിടെ അയ്യപ്പനെ സംരക്ഷിക്കേണ്ടത്, ക്ഷേത്രം സംരക്ഷിക്കേണ്ടത്, ആ ചുമതല ഇവിടുത്തെ ഭക്തജനങ്ങൾക്കുണ്ട്, ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിനുണ്ട്. എല്ലാം ഈശ്വരൻ നോക്കിക്കോളും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൈന്ദവ സമൂഹത്തിന്റെ മനോഭാവം മാറണം. പ്രതികരണശേഷിയുള്ള, പ്രതിക്രിയശേഷിയുള്ള ഒരു സമാജത്തിന് മാത്രമേ നിലനിൽക്കാൻ അവകാശമുള്ളൂ. ഭഗവാൻ വിഷ്ണു രാമന്റെ അവതാരം എടുക്കുന്നതിന് മുൻപ്, ശ്രീരാമാവതാരം എടുക്കുന്നതിന് മുൻപ് വിഷ്ണുവിനെ കണ്ട് പരാതി പറയാൻ പോയ ഭൂമിദേവിയോടും ഋഷീശ്വരന്മാരോടും ദേവന്മാരോടും ഒക്കെ പറഞ്ഞു, ഞാൻ രാവണനെ വധിക്കാം, ഹനിഷ്യാമി ദശാനനം, ഞാൻ രാവണനെ വധിക്കാം, ഞാൻ ദാശരഥിയായി ജനിക്കാം, ദശരഥന്റെ പുത്രനായി ജനിക്കാം, അഹം ദാശരഥിർ ഭൂത്വ ഹനിഷ്യാമി ദശാനനം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ജായേരൻ മമ സാഹാര്യം കർത്തൃം വാനരമിച്ചതി. നിങ്ങൾക്കൊരു ചുമതലയുണ്ട്, നിങ്ങൾക്കൊരു ധർമ്മമുണ്ട്, നിങ്ങൾ ചെയ്യേണ്ട ഒരു കർത്തവ്യമുണ്ട്. ആ കർത്തവ്യം, നിങ്ങൾ എന്നെ സഹായിക്കാൻ വേണ്ടി ഭൂമിയിൽ അവതരിക്കണം, കുരങ്ങനായിട്ട് അവതരിക്കണം. അങ്ങനെ ദേവന്മാർക്കും ഋഷീശ്വരന്മാർക്കും
ഒരു കർത്തവ്യമുണ്ട് എന്ന് പറഞ്ഞ് ബോധിപ്പിച്ച ആളാണ് മഹാവിഷ്ണു. രഘുവംശത്തിലെ കാളിദാസൻ അത് വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കർത്തവ്യം ഏറ്റെടുക്കാൻ ഹൈന്ദവ സമൂഹം തയ്യാറായി മുന്നോട്ട് വരണം. ഹിന്ദു സമൂഹം കരയാൻ പറയുന്നവരല്ല, യാചിക്കാൻ പറയുന്നവരല്ല. ഈ കർത്തവ്യബോധം ഏറ്റെടുത്ത് പ്രയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ പ്രയോഗിക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞത്. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിനും വോട്ടിനും ഒക്കെ പ്രാധാന്യമുണ്ട്. നമ്മളെ കരയിക്കാൻ പരിശ്രമിച്ചവർക്ക് മറുപടി കൊടുക്കേണ്ട ഒരു സന്ദർഭം നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുക. അതിന് ജനാധിപത്യത്തിൽ അതിന്റെ മാർഗം നമ്മൾ സ്വീകരിക്കണം. മണ്ണും ചാരി നിൽക്കുന്നവന് പെണ്ണും കൊണ്ടുപോകാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. ഈ സമരം നടക്കുമ്പോഴൊക്കെ ഗാലറിയിൽ നിന്ന് കളി കണ്ടവരുണ്ട്. പ്രസ്താവനകൾ മാത്രം നടത്തി ജീവിച്ച ആൾക്കാരുണ്ട്. അത്തരം ആളുകളെയെല്ലാം നമ്മൾ പിന്തുണയ്ക്കേണ്ടത്. ഇതിന് മുന്നിൽ നിന്ന് പോരാടിയ ആളുകൾ, അവരെ പിന്തുണച്ച് അവരുടേതായിട്ടുള്ള ഒരു രാജനൈതിക വിജയം അതും ഉറപ്പുവരുത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. തീർച്ചയായും ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിനും അധികാരത്തിനും വലിയ പങ്ക് നിർവഹിക്കാനുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ഹൈന്ദവ സമൂഹം ഇതിനോട് പ്രതികരിക്കണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്നെ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയപൂർവകമായ നന്ദി, ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.